ഗൈസ് ദാ ഇങ്ങനെ ഇരുന്ന കുട്ടിയാണ് ദാ ഇപ്പോൾ ദുരന്തറിൽ വന്ന് അടിച്ച് പൊളിച്ച് സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഞാൻ ഇന്നലെ ദുരന്തർ കണ്ടായിരുന്നു. സാര അർജുൻ ഭാവിയിൽ നല്ലൊരു നടിയാവും, അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. സോ യാ, കണ്ടിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നി ഗൈസ്? ഞാനിങ്ങനെ ബോളിവുഡിലെ നടിമാരുടെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു പരിചയമുള്ള മുഖം നോക്കിയപ്പം വേറെ ആരുമല്ല, നമ്മുടെ പാർവതി തിരുവോത്താണ്. അപ്പം ഞാൻ ആലോചിച്ചു, പുള്ളിക്കാരി ബോളിവുഡിൽ എന്താ? അപ്പോൾ പുള്ളിക്കാരിയുടെ ഏതൊരു വെബ് സീരീസ് വരുന്നുണ്ട്, അതിൻ്റെതാണ് കേട്ടാ. നിങ്ങൾ ആലോചിക്കുക, മലയാളത്തിൽ നിന്ന് പുള്ളിക്കാരി ഒരു സമയത്ത് തിളങ്ങി നിന്നതാണ്. തിളങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ പെട്ടെന്ന് പൊടുന്നതിന് തന്നെ പുള്ളിക്കാരിക്ക് സിനിമകളില്ലാതായി. മലയാളത്തിൽ നിന്ന് എല്ലാവരും അടിച്ചൊതുക്കി എന്ന് തന്നെ പറയാം. പക്ഷേ പുള്ളിക്കാരി തളർന്നില്ല കേട്ടോ. പുള്ളിക്കാരി മലയാളം നല്ല വേറെ ഇൻഡസ്ട്രികളുണ്ടെന്ന് തെളിയിച്ചു. കാര്യം പുള്ളിക്കാരി പിന്നെ കന്നഡയിലൊക്കെ പോയി, പിന്നെ തെലുങ്കിൽ എന്തൊക്കെ പോയി, പിന്നെ ഹിന്ദിയിൽ ഇതായിപ്പോൾ വന്നു. സോ യാ, പക്ഷേ ദാറ്റ് വാസ് അമേസിങ്. തളരാൻ പാടില്ല, അടിച്ചൊതുക്കിയാലും വീണ്ടും കത്തി കയറണം. ഗൈസ്, നമ്മുടെ സൗന്ദര്യ ബോധമൊക്കെ എടുത്ത് പണയ കളയണം. കാര്യം എന്താണെന്നാ ഇത് കണ്ട, സാധാരണ റാം വാക്കിൽ എപ്പോഴും സ്ലിം ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ റാം വാക്കാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം തടി അല്ലെങ്കിൽ ഫാറ്റ് ബോഡിയൊന്നും മോഡലിങ്ങിനോ അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു തടസ്സമേ അല്ല. എനിക്ക് ആ പുള്ളിക്കാരുടെ കോൺഫിഡൻസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മാൻ, ഇറ്റ് വാസ് ഇൻക്രെഡിബിൾ. നിങ്ങൾ നോക്കിയേ, ഈ പൊള്ളി നടത്തം റാം വാക്ക് എന്നൊക്കെ, ഇത് പൊള്ളി, ഇത് മാറണം. പല കാര്യങ്ങളും ഇങ്ങനെ മാറണം. തമന്ന ഭാട്ടിയുടെ പുതിയ ഫാഷനാണെന്നൊന്നും കരുതല്ല കേട്ടോ. കണ്ട, ചെവിയിൽ താത്തിയൊക്കെ വെക്കണം. ഈ സാധനം ഇങ്ങനെ വെക്കാൻ പറ്റുമല്ലേ? അപ്പോൾ സോ എനിക്ക് തോന്നുന്നു തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ മുടി ഡാമേജ് ആവും എന്നുള്ള ഇതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി ഇത് തിരിച്ചു വെച്ചേക്കണം അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ ഇതൊരു പുതിയ ട്രെൻഡാണ്. ഗൈസ് കണ്ട, ദിശ പട്ടാനിയുടെ അടുത്തൊരുത്തും സെൽഫി എടുക്കാൻ വന്നപ്പോൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് പോകുന്നു. അത് ശരിയാണ് കേട്ടോ. ഡ്രസ്സ് ധരിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനത്തെ ഡ്രസ്സ് ധരിച്ചാൽ ഇങ്ങനത്തെ ആൾക്കാർ വരും എന്നുള്ളത് എന്താ ഇവരൊന്നും ചിന്തിക്കാത്ത കാര്യം. ഈ ലോകത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ആണുങ്ങളും നന്മമരങ്ങളൊന്നും അല്ല. ഒരുപാട് ഞരമ്പുകളുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ഞരമ്പുകൾ സെൽഫി എടുക്കാൻ വരാം. അപ്പോൾ യാ, സത്യത്തിൽ ഇതൊക്കെ ഇങ്ങനെ ഉള്ളവന്മാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. പക്ഷേ എനിക്ക് തോന്നി ഇപ്പം ചിലപ്പോൾ കമൻറ്റിൽ പറയാവുന്നൊരു കാര്യമാണ്, ഇങ്ങനത്തെ ആൾക്കാർ വരുമെങ്കിൽ എന്തിനിങ്ങനത്തെ ഡ്രസ്സ് ഇടണം. അപ്പം പറയാം, നമ്മുടെ ഡ്രസ്സ് ഇടുന്ന നമ്മുടെ അവകാശമല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ആൾക്കാർ വരാതിരിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ? മനസ്സിലായി നിങ്ങൾക്കല്ലോ. ഗൈസ്, വൈബ് നോക്കിയേ. അനിരുദ്ധ് വന്നൊരു തീ സാധനമാണ് പടച്ചിട്ട് പോയത്. സോ നാനിയുടെ വൈബ് നോക്കിയേ. ആ സിനിമ എന്താണെന്ന് കാണുക, കണ്ടിട്ടൊരു കുഴപ്പം സാധനമാണെന്നാണ് തോന്നണത്. സൂര്യകുമാർ യാദവിൻ്റെ അടുത്തോട്ട് ഐഫോണൊക്കെ പറക്കുകയാണ്. ഫാൻസിന് ഐഫോണൊന്നും വേണ്ട. കണ്ട നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ഐഫോണൊക്കെ എടുത്ത് എറിയാണ്. എന്തായാലും ഐഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഫാൻ അവൻ ആളൊരു കില്ലാടിയാണ്. റിച്ച് ആവാനാണ് ഒരു 99% ചാൻസ്. ഈ ഇടയ്ക്ക് പല ഹീറോസിൻ്റെയും ക്രിക്കറ്റേഴ്സിൻ്റെയും ആക്ടേഴ്സിൻ്റെയും ഒക്കെ ഷട്ടിൽ കണ്ടൊരു സൈനാണ് ഒരു ലവ് എ. എന്താണിത്? എനിക്ക് തോന്നണ പ്രമോഷൻ എന്തോ ആണ്, അല്ലെങ്കിൽ അതൊരു ബ്രാൻഡിൻ്റെ എന്തോ പരിപാടിയാണ്. നിങ്ങൾക്ക് അറിയാമോ ഇതിനെപ്പറ്റി? സോ ഒരുപാട് പേര് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനും ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇതിനെപ്പറ്റി തോന്നിയ ഗൈസ്? ഫാദർ ലൈക്ക് സൺ ഗൈസ്. അതെ, മിനി ഹൃത്തിക് റോഷൻ തന്നെയാണ്. കണ്ട പറയൂലേ, പണ്ടത്തെ ഹൃത്തിക് റോഷൻ്റെ കൊച്ചു പ്രായത്തിലെ സിനിമയിലെ ഒരു രംഗമാണ്. അതിൻ്റെ ഏകദേശം അടുത്ത് മോനും എത്തിയിട്ടുണ്ട്. സ്വഭാവിയിലെ ഹൃത്തിക് റോഷനാണിത്. സോ യാ, ഉറപ്പാണ്.